കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഇനിയും വേണം 2 വർഷം. 2027 സെപ്റ്റംബറിലാണ് നഗരസഭയിലേക്ക് വോട്ടെടുപ്പ് നടക്കേണ്ടത്. തെരഞ്ഞെടുപ്പില്ലാതെ വന്നതോടെ നഗരസഭയിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമീപ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് പ്രചരണത്തിന് പോകാറുള്ളത്. തങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനാണ് മട്ടന്നൂരിലെ നേതാക്കളും ജനപ്രതിനിധികളും പ്രചരണത്തിനായി ഇറങ്ങുക. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയക്രമത്തിൽ വന്ന വ്യത്യാസമാണ് മട്ടന്നൂർ നഗരസഭയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാത്തത്. 2027 സെപ്റ്റംബർ മാസമാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. മട്ടന്നൂർ ഒഴികെ മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മട്ടന്നൂരിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് തങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ചുമതലയാണ് നൽകുന്നത്. നേതാക്കളും ജനപ്രതിനിധികളും അടക്കം സമീപ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലും ഡിവിഷനുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്കൊപ്പം വീടുകളിൽ കയറി വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും കുടുംബയോഗങ്ങളിലും മറ്റും പങ്കെടുത്ത സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇരിട്ടി നഗരസഭ, കീഴല്ലൂർ, തില്ലങ്കേരി, കൂടാളി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് പ്രചരണം നടത്തുക. സംസ്ഥാനത്തെ ഏക ചെയർമാനായി തുടരുന്നത് മട്ടന്നൂരിലെ N. ഷാജിത്താണ്. 2022 മട്ടന്നൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. 1991 LDF സർക്കാർ മട്ടന്നൂരിനെ നഗരസഭയാക്കി ഉയർത്തിയത്. എന്നാൽ അതേ വർഷം ഭരണം മാറി വന്ന UDF സർക്കാർ തീരുമാനം പിൻവലിച്ചതിനെ തുടർന്ന് മട്ടന്നൂർ വീണ്ടും പഞ്ചായത്താക്കി തരം താഴ്ത്തപ്പെട്ടു. ഇടതുപക്ഷ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും 1992 കോടതി മട്ടന്നൂരിന് നഗരസഭാ പദവി തിരിച്ചു നൽകാൻ വിധിക്കുകയും ചെയ്തു. എന്നാൽ ജീവനക്കാരുടെ അഭാവം മൂലം 3 വർഷത്തോളം നഗരസഭയെന്ന നിലയിലുള്ള പ്രവർത്തനം മട്ടന്നൂരിൽ ഉണ്ടായില്ല. 1997 പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്ന് നഗരസഭയിൽ ഭരണസമിതി അധികാരത്തിൽ വന്നത്. അന്നു മുതൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും മാറിയാണ് മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.